സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ലക്ഷ്യമിട്ട് ബജറ്റിൽ പണം അനുവദിച്ച സർക്കാർ വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരവും പ്രതിരോധത്തിനുമായി പണം അനുവദിച്ചു. പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ 50 കോടി രൂപ കൂടി അധികമായും വനം വകുപ്പിനായി ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തി. സംസ്ഥാനത്ത് അടിക്കടി വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ലക്ഷ്യമിട്ട് ബജറ്റിൽ പണം അനുവദിച്ചെന്ന് ധനമന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരവും പ്രതിരോധവുമായി വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കും പണം അനുവദിച്ചു. പദ്ധതി വികസനത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജ് അനുവദിച്ചു. ഇതിനു പുറമെ പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ 50 കോടി രൂപ കൂടി അധികമായും വനം വകുപ്പിനായി ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തി. സർ, വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു 50 കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റ് ടീമുകളെ ഏകോപിപ്പിക്കുന്നതിനുമായി നൽകുന്ന തുകയുടെ വിഹിതവും ബജറ്റിലൂടെ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ വന്യമൃഗ പെരുപ്പത്തെ നിയന്ത്രിക്കാനായുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടത് അനിവാര്യമാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുത്ത് നിയമനിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ബജറ്റിൽ വിശദീകരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.